ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ടായിരത്തി 2025 മാർച്ച് 30 മുതൽ ഏപ്രിൽ 5 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. ഈ വാരത്തിൽ പ്രസിദ്ധമായിട്ടുള്ള പല ക്ഷേത്രങ്ങളുടെയും ഉത്സവം നടക്കുന്ന സമയമാണ്. 2025 ഏപ്രിൽ മാസം 1-ാം തീയതി ചൊവ്വാഴ്ചയാണ് കൊടുങ്ങല്ലൂർ ഭരണി. വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. കൊടുങ്ങല്ലൂർ ഭരണി വളരെ പ്രസിദ്ധമാണ്. ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂർ ഭരണി വളരെ വിശേഷമാണ്. ശാർക്കര ദേവീക്ഷേത്രത്തിലെ ആറാട്ടും അന്നത്തെ ദിവസമാണ്. ശബരിമലയും അതുപോലെ തന്നെ വളരെ പൈങ്കുനി ഉത്സവം ഉത്രം ആണ്. അതുപോലെ കൊല്ലങ്കോട് തൂക്കം, കൊല്ലങ്കോട് ദേവീക്ഷേത്രം എന്ന് പറയുന്നത് അത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ദേവീക്ഷേത്രമാണ് കൊല്ലങ്കോട് ദേവീക്ഷേത്രം. അതിലെ തൂക്ക മഹോത്സവം വളരെ വിശേഷമാണ്. കൊച്ചുകുട്ടികളെപ്പോലും തൂക്കത്തിലിരുത്തുന്ന ഒരു വിശേഷ ദിവസമാണ് കൊല്ലങ്കോട് തൂക്കം. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട പല ചടങ്ങുകളും നടക്കുന്ന ഒരു വാരമാണ് ഈ വാരം. ഏപ്രിൽ 2-ാം തീയതി മീനമാസം 19 ബുധനാഴ്ചയാണ് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട്. അതുപോലെ തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിലും ആറാട്ട് നടക്കുന്ന പ്രധാനമായിട്ടുള്ള ഒരു ഉത്സവ ദിവസമാണ് ഏപ്രിൽ മാസം 2-ാം തീയതി മീനമാസം 19 ബുധനാഴ്ച. മേടരാശി. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് പൊതുവെ ഈ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും സൽകീർത്തിയും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവാം. ശത്രുക്കൾ വർദ്ധിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പുതിയ വാഹനം വാങ്ങിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. പൊതുവെ ഈ വാരം നന്നായിരിക്കും. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരത്തിൽ ജന്മവേഴകാലമാണ്. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അല്പം ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അധിക ചെലവുകളും കടവും ഉണ്ടാകേണ്ട സമയമാണ്. സംസാരം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിന് സമാധാനക്കുറവ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. സൽകീർത്തി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സഹോദര സ്ഥാനിയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം. ഗൃഹവാഹനാദി ഗുണം അനുഭവപ്പെടും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് പല വിധത്തിൽ ചിലപ്പോൾ വിദേശത്തൊക്കെ പോകാനുള്ള ആഗ്രഹം സഫലമാകും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം പൊതുവെ മുൻകോപം നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതൃസുഖക്കുറവ് അനുഭവപ്പെടും. കർമ്മസംബന്ധമായി പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അധിക ചെലവുകളും ശത്രുഭയവും ധനനഷ്ടവും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. മനസ്സമാധാനം കുറയും. പിതാവിനും പിതൃബന്ധുക്കൾക്കോ അല്പമാത്രയിലൊക്കെ അരിഷ്ടത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ വിഷമങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഈ വാരം നന്നായിരിക്കും. എങ്കിലും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഈ വാരം അത്ര നല്ലതല്ല. കർക്കിടകരാശി. പുണർത്തിൻ്റെ അവസാനത്തെ 15 നാഴികയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടകരാശി. കർക്കിടകരാശിക്കാർക്ക് ഈ വാരം പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സഹോദര സ്ഥാനിയിൽ നിന്ന് നേട്ടങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മാതൃഗുണം പ്രതീക്ഷിക്കാം. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ ഈ വാരം തൊട്ട് പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നല്ലതാണ്.
ചിങ്ങരാശി. മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം പൊതുവെ ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ കലഹമോ വിരഹമോ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് ശത്രുക്കൾ വർദ്ധിക്കും. മുൻകോപം പിടിവാശം കഴിയുന്നത് കുറയ്ക്കണം. ഉദരരോഗത്തിന് സാധ്യത കൂടുതലാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതയുണ്ടാകും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാകും. ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ചെറിയ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കഴിയുന്നതും വേഗം ഡോക്ടറെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലർക്ക് എന്തെങ്കിലും ചെറിയ ശാരീരിക വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തൽക്കാലം മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നവർ ധാരാളം പേരാണ്. അങ്ങനെ ഉള്ളതെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഏതെങ്കിലും വിധത്തിലൊരു ഗ്യാസിൻ്റെ അസുഖം വന്നാൽ പോലും മാക്സിമം തീരെ നിവൃത്തിയില്ലെങ്കിൽ ഡോക്ടറെ കാണുന്നത് ഏറ്റവും നന്നായിരിക്കും. മുൻകോപം പിടിവാശം കഴിയുന്നതും കുറയ്ക്കുക. അല്ലെങ്കിൽ ചെറിയ ചെറിയ ദാമ്പത്യപരമായിട്ടുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ദൂരയാത്രകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ യാത്രകളൊക്കെ വേണ്ടിവരും. പുണ്യതീർത്ഥങ്ങളൊക്കെ സന്ദർശിക്കാൻ ഇടവരും. കന്നിരാശി. ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴികയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് കണ്ടകശനി ആരംഭിച്ചു തുടങ്ങി. അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ദാമ്പത്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരാനുള്ള സമയമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള സമയം വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ്. ദാമ്പത്യ കലഹമോ വിരഹമോ ബന്ധുജന വിരോധമോ ശാരീരിക ക്ലേശങ്ങളോ അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ സംബന്ധമായിട്ട് വിവാഹം ആലോചിക്കുന്നവർ കഴിയുന്നതും വേഗം വിവാഹം നടത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇനി അങ്ങോട്ടുള്ള സമയം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. കല്യാണം കഴിഞ്ഞിട്ട് അവിടെ പോയി അടികൂടിയാലും കുഴപ്പമില്ല. കല്യാണം കഴിയുന്നതും വേഗമായിരിക്കണം. കാരണം നീട്ടിക്കൊണ്ട് പോകുമ്പോൾ ചില ആൾക്കാർ പറയും ഇപ്പോൾ വേണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ പഠിത്തം കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി, ഇങ്ങനെ പറയുന്നവർ ധാരാളം പേരുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതി മെച്ചമായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് പറയുന്നവർ ധാരാളം പേരുണ്ട്. പൊതുവെ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സമയം അത്ര അനുകൂലമല്ല. കണ്ടകശനി ആയതുകൊണ്ട് വിവാഹപ്രായമായിട്ടുള്ളവർ കഴിയുന്നതും വേഗം വിവാഹം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹാദി തടസ്സങ്ങളും മാനഹാനിയും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണവും പിതൃസമ്പത്തും ലഭിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും. പൊതുവെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും മനസ്സമാധാനവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. തുലാം രാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിയും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് തുലാം രാശി. തുലാം രാശിക്കാർക്ക് കഴിഞ്ഞ 4-5 വർഷക്കാലം ദോഷകാലമായിരുന്നു. ഇപ്പോഴും കുറച്ചൊക്കെ സമയദോഷം ഉണ്ടായിരുന്നു. എങ്കിലും കഴിഞ്ഞ ഒരു 2.5 വർഷക്കാലം കുറച്ച് മാനസികമായിട്ട് പ്രയാസം വരുന്ന സമയമാണ്. മനസ്സിന് സമാധാനക്കുറവുകളും സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവുകളും വിഷമങ്ങളും പല പല കാര്യങ്ങളിൽ സ്വസ്ഥതക്കുറവുകളും മാതൃപിതൃ സുഖക്കുറവുകളും ബന്ധുജന വിരോധവും ഗൃഹത്തിൽ എന്തെങ്കിലും വിധത്തിൽ അരിഷ്ടതകളും ശത്രുദോഷങ്ങളും ബന്ധുജന വിയോഗവും അനുഭവപ്പെടേണ്ട സമയമായിരുന്നു കഴിഞ്ഞ 2.5 വർഷം. ഇപ്പോൾ അതിൽ നിന്നൊരു മാറ്റം, ശനിയുടെ മാറ്റം വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ വാരം മുതൽ മാറിക്കിട്ടും. ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാം. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനോ സമയം വളരെ നല്ലതാണ്. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്വന്തമായിട്ട് വീടൊക്കെ വാങ്ങിക്കുക അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനൊക്കെ വളരെ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. പൊതുവെ ഈ വാരം നന്നായിരിക്കും. വൃശ്ചിക രാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് വൃശ്ചിക രാശി. വൃശ്ചിക രാശിക്കാർക്ക് ഈ വാരം വിവാഹാദി മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനോ വിവാഹം നടക്കാനോ സാധ്യതയുണ്ട്. വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനലബ്ധിക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പൊതുവെ ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല. ചെറിയ ചെറിയ പ്രയാസങ്ങളും വിഷമങ്ങളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗൃഹസംബന്ധമായിട്ട് കഴിഞ്ഞ 2.5 വർഷക്കാലം ഗൃഹകലഹം, മാതൃകലഹം, വാഹനദോഷം, ബന്ധുജന വിരോധം, തൊഴിൽ തടസ്സം അനുഭവപ്പെടുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചോളം ഈ വാരം മുതൽ വളരെ അനുകൂലമാണ്. ഗൃഹത്തിൻ്റെ അസ്വസ്ഥതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ഗൃഹസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ആരോഗ്യനില മെച്ചമായിരിക്കും. മനസ്സിന് സമാധാനവും സന്തോഷമൊക്കെ ലഭിക്കും. ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ട് മാറിക്കിട്ടും. വാഹന അപകടങ്ങളും വാഹന സംബന്ധമായിട്ടുള്ള നഷ്ടങ്ങളും നഷ്ടപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള സ്വത്തുക്കളും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കേസോ വഴക്കോ കലഹങ്ങളോ ഭൂമി സംബന്ധമായിട്ട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള കേസുകളുള്ളവർക്ക് ഒരുപാട് നാളുകളായിട്ട് കേസ് വിജയിക്കാതെ കിടക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ഉടനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഈ വാരം മനസ്സിന് സന്തോഷവും സമാധാനവും ഗൃഹത്തിൽ ഐശ്വര്യവും അനുഭവപ്പെടും. ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 നാഴി ചേരുന്ന 2.25 നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിലുണ്ടാവും. മാതാവിന് ശാരീരികമായിട്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാലുവേദനയൊക്കെ ഉണ്ടാവാം. മുൻകോപം പിടിവാശിയും കഴിയുന്ന കുറയ്ക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് കുടുംബ വഴക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും മുൻകോപം കഴിയുന്നത് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. നടുവേദന, കാലുവേദന, ഉദരരോഗം ഇതിനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. വിദേശത്തൊക്കെ ഭർത്താവുള്ളവർ അല്ലെങ്കിൽ ഭാര്യ വിദേശത്തോ ഭർത്താവ് വിദേശത്തോ ഉള്ളവർക്കാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് വലിയ പ്രശ്നങ്ങളില്ല. ഫോണിൽ കൂടെയുള്ള അടിപിടിയൊക്കെ മാത്രമേ കാണുള്ളൂ. അതൊക്കെ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഏതായാലും വിട്ടുവീഴ്ച ചെയ്ത് മുമ്പോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം ഒരു സമയദോഷം കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ വാരം ദാമ്പത്യപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. എല്ലാ കാര്യങ്ങളും മുൻകോപം കുറയ്ക്കുക. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഉണ്ടാവും. ഗൃഹവാഹന സൗഖ്യം പ്രതീക്ഷിക്കാം. മകരരാശി. ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാരെ സംബന്ധിച്ചോളം ഈ വാരം വളരെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കാരണം കഴിഞ്ഞ 7.5 വർഷക്കാലമായിട്ട് 7.5 ശനിയുടെ വളരെ മോശപ്പെട്ട സമയത്തിലായിരുന്നു. വളരെ മോശപ്പെട്ട സമയമെന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും ഒരു പുനർജന്മം കിട്ടിയ ഒരു സമയമാണ്. 7.5 വർഷക്കാലം കേസ് വഴക്കുകൾ, കലഹങ്ങൾ, ബന്ധുജന വിരോധം, ശാരീരിക ക്ലേശങ്ങൾ, ശത്രുദോഷം, വിവാഹമോചനം, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, വീഴ്ചകൾ, മുറിവുകൾ, അപകടങ്ങൾ, മാനഹാനി, ദാമ്പത്യ സുഖക്കുറവ്, ധനനഷ്ടം, എല്ലാ വിധത്തിലും വളരെ മോശപ്പെട്ട തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റുള്ളവരുടെ അപ്രീതികൾ, ഇങ്ങനെ ഏതെല്ലാം വിധത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടോ അതെല്ലാം ഉണ്ടായിരുന്ന ഒരു സമയമാണ് കഴിഞ്ഞ 7-8 വർഷക്കാലം. അതിൽ നിന്നൊരു മോചനം ഈ വാരം മുതൽ കണ്ടു തുടങ്ങും. സാമ്പത്തിക നേട്ടങ്ങളും മനസമാധാനവും സഹോദരാദി ഗുണവും ശത്രുജയവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും പ്രതീക്ഷിക്കാം. എത്ര വലിയ ശത്രുക്കളാണെങ്കിൽ പോലും അതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ അതിൽ നിന്നൊരു മോചനം, അവരിൽ നിന്നൊരു നേട്ടം, ശത്രുജയം ഈ വാരം മുതൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ശത്രുക്കൾ പൂർണ്ണമായിട്ടും നശിക്കും. ശത്രുക്കൾ എത്ര പ്രയത്നിച്ചു കഴിഞ്ഞാലും നമ്മുടെ അടുത്തെത്താൻ പറ്റില്ല. ആ രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മനസ്സിന് സന്തോഷം തരുന്ന വാർത്തകളൊക്കെ ശ്രവിക്കാനിട വരും. കോടതി വ്യവഹാരാദികളൊക്കെ ഉണ്ടെങ്കിൽ, കോടതിയായിട്ട് കേസ് വഴക്കമൊക്കെ ഉണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള വിധികളൊക്കെ വരും. സ്വന്തമായിട്ട് വീട് വയ്ക്കുക, വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ വളരെ അനുകൂല സമയമാണ്. സന്താനങ്ങളാൽ മനസമാധാനവും സാമ്പത്തിക നേട്ടങ്ങളും ആഗ്രഹ സാഫല്യവും നിറഞ്ഞൊരു നല്ല വാരമായിരിക്കും ഈ വാരം. കുംഭരാശി. അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്കും വളരെ അനുകൂല സമയമാണ്. കഴിഞ്ഞ 4-5 വർഷക്കാലമായിട്ട് 2020 ജനുവരി മുതൽ കുംഭരാശിക്കാർക്ക് 7.5 ശനിയുടെ ദോഷകാലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പടക്കിന് തീ കൊളുത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2.5 വർഷം പടക്ക് പൊട്ടിത്തുടങ്ങുന്ന സമയവും രണ്ടാമത്തെ 2.5 വർഷക്കാലം നിന്ന് പൊട്ടുന്ന സമയവും അത് കഴിഞ്ഞ് ബാക്കി 2.5 വർഷക്കാലം ബാക്കിയുള്ളത് പൊട്ടുന്ന സമയവും കൂടെയാണ്. അപ്പോൾ ഏകദേശം ഒരു പടക്കിന് തീ കൊളുത്തി കഴിഞ്ഞാൽ പൊട്ടിത്തുടങ്ങുന്ന സമയവും നിന്ന് പൊട്ടുന്ന സമയവും കഴിഞ്ഞു.
ഇനി അങ്ങോട്ടുള്ള ഈ വാരം മുതൽ അത് ബാലൻസ് അവിടെ കിടക്കും. അത് 1-2 ചീറ്റലും അതൊക്കെ ഉള്ള ഒരു ചെറിയ പൊട്ടൽ മാത്രം ഉണ്ടാകുന്ന സമയമാണ് അടുത്ത 2.5 വർഷം. മൊത്തത്തിൽ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം ആശ്വാസത്തിന് വകയുള്ള ഒരു വാരമാണ്. കാരണം വലിയ കടുത്ത പ്രതിസന്ധികളും വലിയ വെടിക്കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട്. മനസ്സിന് സമാധാനവും സന്തോഷവും കുറച്ചൊക്കെ കൈവരും. എങ്കിലും ഈ വാരത്തിൽ മനസ്സിന് ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥതകളോ സന്താനങ്ങളാൽ മനസ്സമാധാനക്കുറവ് വിഷമങ്ങളൊക്കെ അനുഭവപ്പെടും. ധനപരമായിട്ട് വളരെ നന്നായിരിക്കും. അല്പം ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഗൃഹവാഹനാദി ഗുണം പ്രതീക്ഷിക്കാം. മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. അന്യദേശവാസത്തിന് യോഗം ഉണ്ടാവും. പൊതുവെ ഈ വാരത്തിൽ അല്പം ഒരു മനസ്സമാധാനക്കുറവൊഴിച്ചാൽ എല്ലാ വിധത്തിലും ഭാഗ്യമുള്ള ഒരു വാരമാണ്. കാലുവേദനയും നടുവേദനയൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് ശനിപ്രീതി വരുത്തുക. നീല വസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക. ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 കഴിഞ്ഞ് ഉത്രട്ടാതി രേവതിയും കൂടെ ചേരുന്ന 2.25 നക്ഷത്രമാണ് മീനൻ രാശിക്ക്. മീനൻ രാശിക്കാർക്ക് പൊതുവെ ഈ വാരം അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. മാതാവിനോ മാതൃബന്ധുക്കൾക്കോ ശാരീരിക അസ്വസ്ഥതകളും വിഷമങ്ങൾ അനുഭവപ്പെടും. മാതൃസുഖക്കുറവ് അനുഭവപ്പെടും. വാഹന സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന അപകടങ്ങളോ തസ്കര ഭയോ മോഷണമോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങളോ മറ്റെന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ പ്രധാനമായിട്ടും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളോ എല്ലാം വീട്ടിൽ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ വിരുന്ന് പോയിട്ട് വന്നാൽ അത്യാവശ്യക്കാർ കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏഴരശനി കാലമായിട്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം. ധനനഷ്ടം, മാനഹാനി, ബന്ധുജന വിരോധം, ശാരീരിക ക്ലേശങ്ങൾ, ശത്രുദോഷങ്ങൾ, വീഴ്ചകൾ, മുറിവുകൾ, അപകടങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം പ്രായമൊക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടും. ഉളുക്ക് സംഭവിക്കുക, അല്ലെങ്കിൽ വീഴ്ചകൾ ഉണ്ടാവുക, ചിലപ്പോൾ തീരെ വീഴ്ചകളൊക്കെ ഉണ്ടാകുന്ന ഏതെങ്കിലും വിധത്തിൽ അവസ്ഥകളൊക്കെ ഉണ്ടാകും. അപ്പോൾ തീരെ പ്രായമായിട്ടുള്ളവരൊക്കെയാണ്, വളരെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ കട്ടിലിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു തലയണമെങ്കിലും വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കട്ടിലിൽ നിന്ന് വീഴുക, ഉയരങ്ങളിൽ നിന്ന് വീഴുക, വീഴ്ചകൾ ഉണ്ടാവുകയൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നാട്ടിൻപുറത്തൊക്കെ ആണെങ്കിൽ മാവിലോ പ്ലാവിലോ തെങ്ങിലോ ഒക്കെ കയറുന്നവരൊക്കെ ആണെങ്കിൽ സൂക്ഷിക്കണം. പരിചയമില്ലാത്തവരാണെങ്കിൽ ചിലപ്പം വീഴ്ച താഴെ വീഴാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതൽ. അപ്പോൾ പരിചയമില്ലാത്ത ഒരു ജോലിയും ചെയ്യാൻ പാടില്ല. ഏതെങ്കിലും വിധത്തിൽ ശാരീരിക ക്ലേശങ്ങളും മനസ്സമാധാനക്കുറവുകളും ധനനഷ്ടവും അനുഭവപ്പെടാനുള്ള സാധ്യത ഈ വാരത്തിൽ കൂടുതലാണ്. കാലുവേനയും നടുവേനയൊക്കെ ഉണ്ടാകും. വെരിക്കോസ് വെയിനോ അല്ലെങ്കിൽ കാലുമായിട്ട് ബന്ധപ്പെടുന്ന ശാരീരിക അസ്വസ്ഥതകളൊക്കെ കൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൊതുവെ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ദോഷപരിഹാരമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ധനാകർഷണ ഭൈരവേന്ദ്രം ധരിക്കുന്നത് വളരെ നന്നായിരിക്കും. നീലവസ്ത്രം ധരിക്കുക. ശനിപ്രീതി വരുത്തുക. ശിവക്ഷേത്രത്തിൽ പോവുക. ശിവന് ധാര ഒഴിക്കുന്നതും വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും. ഈ ആഴ്ചത്തെ ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ, രമാ ജ്യോതിഷാലയം, മണക്കാട് PO, തിരുവനന്തപുരം. ഫോണിലൂടെയോ വാട്സപ്പിലൂടെയോ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതിന് 9447471711